ഒരു ഈവനിങ് വ്ലോഗ് ആയാലോ. അപ്പോൾ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തയ്യലും പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇതിൻ്റെ പിന്നാലെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിവിടെ ഫ്രഷ് മീനൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കിട്ടും. അപ്പോൾ വേഗം മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിടാൻ വേണ്ടിയിട്ട് ഇരുമ്പമ്പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാത്രി തന്നെ പോയി വേഗം പൊട്ടിച്ചുകൊണ്ടുവന്നതാണ്. നമ്മുടെ ചാളയിൽ എപ്പോഴും നമ്മുടെ ഇരുമ്പുംപുളി ഇട്ട് വയ്ക്കുന്ന കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി നല്ലപോലെ കഴുകി നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ മീൻകറിയിൽ ഇതുപോലെ നാളികേരം അരപ്പ് ചേർക്കലില്ല, പാല് പിഴിഞ്ഞാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ കലക്കിയൊക്കെ ഒഴിച്ച് നമ്മുടെ ചാറിന് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അത്യാവശ്യം കുറേ ചാറിൽ തന്നെ വെക്കും. അതിന് ശേഷം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കും. കറി ശരിക്കും ഒരു തിക്കായിട്ട് തന്നെ കിട്ടും ലാസ്റ്റ്. അങ്ങനെ നമ്മുടെ പാല് അത്യാവശ്യം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നല്ലോണം കട്ടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം ചാറ് നമുക്ക് കുറേശ്ശെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ പാകത്തിനുള്ള ചാറാക്കിയെടുക്കാം. അതിന് ശേഷം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം വേഗം ഇതൊന്ന് ചെയ്ത് ഒതുക്കിയിട്ട് വേണം, കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അത്യാവശ്യം ടാങ്കിയിൽ കുറേ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നമ്മൾ പാലിലേക്ക് അരയ്ക്കാനായിട്ട് ചേർത്തു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. സ്റ്റൗ ഒന്ന് കത്തിച്ച് നമ്മുടെ അടപ്പത്തോട്ട് ഇത് വെക്കാം. ഇതിന് ശേഷം ഒന്ന് തിളയ്ക്കാറാകുമ്പോഴേക്കും നമ്മുടെ ചാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടപ്പത്തോട്ട് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇഞ്ചി, ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചാളയും കൂടെ നമുക്ക് ഒന്ന് വരഞ്ഞതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ചാള വറുക്കാനായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുരുമുളക് അധികം വേണ്ട, നല്ല എരിവുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പച്ചക്കുരുമുളക് എടുത്തു. അതിനുശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം. നല്ലോണം ഒന്ന് ചതച്ച് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് പച്ചമീനൊക്കെ ഇതുപോലെ കുരുമുളക് ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത് കേട്ടോ. പകുതി എടുക്കുന്നുള്ളൂ, കാരണം എന്ന് വെച്ചാൽ നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം അധികം എരിവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല. പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടെ നമുക്കിതിലോട്ട് ചതയ്ക്കാം. അതിന് ശേഷം 2 വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക്. അതിനുശേഷം മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് നമ്മുടെ ഈ മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ മസാലയിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം. അധികം തിക്കായിട്ടിരിക്കേണ്ട ഒരു മീഡിയം ഒരു ലെവലിൽ നമുക്കിതൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ. അധികം വെള്ളം ആവാനും പാടില്ല. കറക്റ്റ് ലെവലിൽ കിട്ടിയാലേ നമ്മൾ ആ ചാളയമേൽ തേച്ച് കൊടുത്ത് നല്ല മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചാളയും കൂടി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചാള നല്ലോണം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റ് മസാലകളൊക്കെ തേക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മസാല തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഫിനിഷായിട്ട് തേക്കണം. ഉള്ളിൽ ആ വരകളിലൊക്കെ അത്യാവശ്യം നമ്മുടെ ഈ കുരുമുളക് അരച്ചത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ചാളയ്ക്ക്. അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചാളക്കുട്ടന്മാരൊക്കെ നല്ലപോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറക്കാം കേട്ടോ. അതുവരെ ഇതൊന്ന് സെറ്റായിട്ട് പിടിച്ചിരിക്കട്ടെ. എന്നുവെച്ചാൽ ആ ഉപ്പും എരിവൊക്കെ ഒന്ന് ചാളയമേൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കറിയും വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാളയും എല്ലാം റെഡി ആയിട്ട് വേണം നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചാള ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചാളയും കൂടെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചാള ആയിരുന്നു, ഞങ്ങൾ ഒരു 4 എണ്ണ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മെയിനായിട്ടൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഈവനിങ് നമ്മുടെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പണികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ചാളക്കുട്ടന്മാരൊക്കെ കിട്ടിയത്. അപ്പോൾ ഏതായാലും പിന്നെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു.